കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ ആദയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. സ്വർഗം തന്നോരാനന്ദം എന്നീശോ എൻ ഹൃത്തിൽ വന്നപ്പോൾ എന്തോരാനന്ദം, എനിക്കെന്തോരാനന്ദം. ഓ എൻ്റെ സ്നേഹമേ, ഓ എൻ്റെ ജീവനേ, ഓ എൻ്റെ നാഥനേ ആരാധന. ഓ എൻ്റെ സ്നേഹമേ, ഓ എൻ്റെ ജീവനേ, ഓ എൻ്റെ നാഥനേ ആരാധന. മരുഭൂവിൽ പെയ്തൊരു പുതുമഴ പോൽ നിൻ സ്നേഹമെന്നിൽ നിറയുന്നു. മരുഭൂവിൽ പെയ്തൊരു പുതുമഴ പോൽ നിൻ സ്നേഹമെന്നിൽ നിറയുന്നു. ആ സ്നേഹമെന്നിലൂടൊഴുകട്ടെ എന്തോരാനന്ദം, എനിക്കെന്തോരാനന്ദം. ആ സ്നേഹമെന്നിലൂടൊഴുകട്ടെ എന്തോരാനന്ദം, എനിക്കെന്തോരാനന്ദം. ഓ എൻ്റെ സ്നേഹമേ, ഓ എൻ്റെ ജീവനേ, ഓ എൻ്റെ നാഥനേ ആരാധന. ഓ എൻ്റെ സ്നേഹമേ,
കൊതിച്ചോരാനന്ദം, സ്വർഗം തന്നോരാനന്ദം എന്നീശോയിൻ ഹൃത്തിൽ വന്നപ്പോൾ എന്തോരാനന്ദം, എനിക്കെന്തോരാനന്ദം. ഓ എൻ്റെ സ്നേഹമേ, ഓ എൻ്റെ ജീവനേ, ഓ എൻ്റെ നാഥനേ, ആരാധന. ഓ എൻ്റെ സ്നേഹമേ, ഓ എൻ്റെ ജീവനേ, ഓ എൻ്റെ നാഥനേ, ആരാധന. ലോകരക്ഷകനും കർത്താവുമായ ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരും ഈശോ മിശിഹായുടെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ടവരുമായ എൻ്റെ സഹോദരീ സഹോദരന്മാരെ, വചനത്തിൻ്റെ വിശുദ്ധിയിലേക്ക്, വചനത്തിൻ്റെ അഭിഷേകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വചനമായി നമ്മുടെ ഇടയിൽ വസിച്ചവൻ, അപ്പമായി നമ്മെ അനുഗ്രഹിച്ചവൻ ഇതാ വീണ്ടും നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച്, കർത്താവേ, ഈ വചന വെളിച്ചത്താൽ, ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിറയ്ക്കണമേ. എന്നെയും എൻ്റെ ജീവിത പങ്കാളിയെയും നിറയ്ക്കണമേ. എൻ്റെയും എൻ്റെ മക്കളെയും നിറയ്ക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 12 മുതലുള്ള വചനങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ ത്രിസന്ധ്യ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും നമ്മൾ ഏറ്റുചൊല്ലാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാനെന്ന്, സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എന്തായിരിക്കും ഈ പ്രാർത്ഥനയുടെ ഒരർത്ഥം? എന്തായിരിക്കും ഈ പ്രാർത്ഥനയുടെ തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം? വർഷങ്ങളായി നമ്മൾ പ്രാർത്ഥിച്ചിട്ടും, വർഷങ്ങളായി നമ്മൾ ഏറ്റുചൊല്ലിയിട്ടും പലപ്പോഴും ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എന്ന് പറഞ്ഞാൽ, ഈശോ മിശിഹ എല്ലാ കാലത്തേക്കും ശിഷ്യന്മാർക്കും ശിഷ്യന്മാരിലൂടെയും നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് അവിടുത്തെ സഹായകനായ പരിശുദ്ധാത്മാവാണ്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ എന്ന് പറയുമ്പം ആ ഈശോ മിശിഹായി നൽകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ടുള്ള അർഹതയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ആ വാഗ്ദാനത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൽ നിറയുവാനായിട്ടുള്ള സൗഭാഗ്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, മനുഷ്യ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, കാലത്തിൻ്റെ കുത്തൊഴുക്കിനൊത്ത്, കാലത്തിൻ്റെ ഒഴുക്കിനൊത്ത് മനുഷ്യൻ വളരുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സംസ്കാരത്തിൻ്റെ വളർച്ച നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വ്യക്തികളും മൃഗങ്ങളും സസ്യലതാദികളെല്ലാം വളരുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ചില വാഹനങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
ഏതാനും നാളുകളുടെ ഉപയോഗത്തിന് ശേഷം കുറേയൊക്കെ മാറ്റങ്ങൾ, കുറേയൊക്കെ പ്രശ്നങ്ങൾ ആ വാഹനത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ ഭവനം വൃത്തിയാക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ചൂല് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതാനും നാളത്തെ ഉപയോഗത്തിന് ശേഷം അതിൻ്റെ അറ്റമെല്ലാം പൊടിഞ്ഞു പോയിരിക്കുന്നത്, അറ്റമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഈ നഷ്ടപ്പെട്ടു പോയ അറ്റത്തെ അത് പിന്നെ ഉപയോഗശൂന്യമായി കഴിയുമ്പോൾ നമ്മളതിനെ വലിച്ചെറിയാറുണ്ട്. വീട്ടിലുപയോഗിക്കുന്ന പാത്രങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ. വീട്ടിലുപയോഗിക്കുന്ന പാത്രങ്ങൾ ഏതാനും നാളത്തെ ഉപയോഗം കഴിയുമ്പം അത് തട്ടാനായിട്ട് ആരംഭിക്കും, അത് മുട്ടാനായിട്ട് ആരംഭിക്കും. കുറേയൊക്കെ പൊട്ടിപ്പോയിട്ട് ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവിടെ ചളങ്ങുകയും ഉടയുകയും ഒക്കെ ചെയ്യുന്നത് ഈ വസ്തുക്കളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. ഇത്തരത്തിൽ നമ്മൾ മനുഷ്യ ജീവിതത്തെ, മനുഷ്യ സംസ്കാരത്തെ, സ്നേഹബന്ധത്തെ നമ്മൾ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള അപചയങ്ങൾ, ഉലച്ചിലുകൾ സ്വാഭാവികമായിട്ട് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. എല്ലാ കുടുംബങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ ഇത് കണ്ടെത്താൻ സാധിക്കും. വ്യക്തിബന്ധങ്ങളെ പരിശോധിച്ചാൽ നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കും. വ്യക്തിബന്ധങ്ങളിലും ഭാര്യ ഭർത്ത ബന്ധങ്ങളിലും സഹോദര ബന്ധങ്ങളിലും അപ്പനും മക്കളും ഒക്കെയുള്ള ബന്ധങ്ങളിൽ ഈ ഒരു ഉലച്ചിലുകൾ, അപചയങ്ങൾ സർവ്വസാമാന്യമായി സാധാരണയായി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വചനത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന അപചയങ്ങളെ തിരുത്താനായിട്ട്, അതിനെ വിശുദ്ധീകരിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം മനുഷ്യനുണ്ട്. വെട്ടിയൊരുക്കപ്പെടാത്ത മുന്തിരിച്ചെടികളെല്ലാം ഉണങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ ഫലത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നത് നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇവിടെ മനുഷ്യ ജീവിതത്തിലും ഇത്തരത്തിലുള്ള സ്വാഭാവിക അപചയങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കുടുംബജീവിതം, വ്യക്തി ജീവിതം കാലാന്തരത്തിൽ അഴുക്കും ചെളിയുമൊക്കെ പുരണ്ട് അത് ആറിത്തണുത്ത് വാടി യാന്ത്രികമായി തീരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമുക്കുണ്ടാകേണ്ടത്. നിത്യ നൂതനമായ ചൈതന്യം നൽകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്കുണ്ടാകേണ്ടത്. മാമോദീസായിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിലുള്ള ഒരു വളർച്ച സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ പോകുമ്പം അപചയങ്ങൾ, അത് വ്യക്തിബന്ധത്തിലും കുടുംബ ബന്ധത്തിലും സാമൂഹ്യ ബന്ധത്തിലുമൊക്കെ ഉലച്ചിലുകൾ ഉണ്ടാകുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പല മനുഷ്യരെയും സംബന്ധിച്ച് ഈ ഒരു തിരിച്ചറിവില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വ്യക്തികൾ കുമ്പസാരിക്കാനായിട്ട് മടി കാണിക്കുന്നത്? പലപ്പോഴും അവർ പങ്കുവെക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛോ, ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, അച്ഛാ ഞാനൊരു പാപവും ചെയ്തിട്ടില്ല. അതൊരു വചനം പഠിപ്പിക്കുന്ന വളരെ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുകയാ. പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി. അതേസമയം പാപങ്ങളെല്ലാം ഏറ്റുപറയാനായിട്ട് അവൻ സന്മനസ് കാണിക്കുകയാണെങ്കിൽ ദൈവം കാരുണ്യവാനായതുകൊണ്ട് പാപങ്ങൾ ക്ഷമിച്ച് നമ്മളെ വിശുദ്ധീകരിക്കുമെന്ന് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ഒരു മഹിമ, ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത്, ഉത്ഥാനത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. നിത്യ സഹായകനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം, സാന്നിധ്യം. ആ പരിശുദ്ധാത്മാവ് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നിന്ന് അറപ്പുള്ളത് കഴുകിക്കളയും. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അറപ്പുള്ളത് കഴുകിക്കളയും. വാടിപ്പോയതിനെ നനയ്ക്കുക തന്നെ ചെയ്യും. വാടിപ്പോയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനവും ഈശോയുടെ തിരുശരീര രക്തങ്ങളാകുന്ന അവിടുത്തെ വിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് അതിനെ നനയ്ക്കുക തന്നെ ചെയ്യും. ആറിപ്പോയതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചൂടുപിടിപ്പിക്കും, കടുപ്പമുള്ളത് മയപ്പെടുത്തും. പലപ്പോഴും നമ്മുടെയൊക്കെ സംസാരങ്ങൾ ശ്രദ്ധിച്ചാൽ
നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാരും മക്കളുമൊക്കെ തമ്മിലുള്ള സംസാരം നമ്മൾ ശ്രദ്ധിച്ചാൽ കടുപ്പമേറിയ സംസാരത്തിൻ്റെ, ദൈവഭയമില്ലാത്ത സംസാരത്തിൻ്റെ, ദൈവസ്നേഹമില്ലാത്ത സംസാരത്തിൻ്റെ വ്യക്തികളായി തീരുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ, പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധിയുടെ, പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്തിൻ്റെ, സാന്നിധ്യത്തിൻ്റെ വലിയ അടയാളങ്ങളും ആവശ്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അറപ്പുള്ളതിനെ കഴുകിക്കളയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആഗ്രഹിക്കാത്ത തിന്മകൾ നമ്മൾ ചെയ്യുമ്പം അതിൽ നിന്നൊരു മോചനത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. ആ ദുർഭകനായ മനുഷ്യൻ, ആ ദുർഭകനായ മനുഷ്യൻ ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് പാപത്തിൻ്റെ മാലിന്യങ്ങളെ കഴുകിക്കളയാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയാണ്. ഇവിടെ നമ്മുടെ മാതാപിതാക്കന്മാരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് വളരെ പരുഷമായി, നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് വളരെ പരുഷമായി, നമ്മുടെ ഇടവക ജീവിതത്തിലും സമൂഹ ജീവിതത്തിലുമൊക്കെ നമ്മൾ ഇപ്രകാരം പെരുമാറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക്, പാപത്തിൻ്റെ മാലിന്യങ്ങളുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഈശോ മിശിഹായുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പം അതെല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്ന, കഴുകിക്കളയപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാകും. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ പാപങ്ങളെ കണ്ടെത്തുവാനും അത് നീക്കിക്കളയുവാനും നമുക്ക് സാധിക്കുന്നു. അങ്ങനെ അറപ്പുള്ള ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ കണ്ടെത്തി അതിനെ വിശുദ്ധീകരിക്കാനായിട്ട്, അതിനെ കഴുകിക്കളയാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയാണ്. 2 മൺപാത്രങ്ങൾ കൂട്ടിയിടിച്ചാൽ ഒച്ച കേൾക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 പാത്രങ്ങൾ കൂട്ടിയിടിച്ചാൽ ശബ്ദം കേൾക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജീവനോ വ്യക്തിത്വമോ സ്വഭാവമോ ഒന്നുമില്ലാത്ത പാത്രങ്ങൾക്കാണ് സംഭവിക്കുന്നത്. ജീവനോ വ്യക്തിത്വമോ സ്വഭാവവും ഇല്ലാത്ത മൺപാത്രങ്ങൾക്കും നിർജീവമായ വസ്തുക്കൾക്കാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ വ്യക്തിത്വവും ജീവനും വ്യത്യസ്തമായ സ്വഭാവങ്ങളുമൊക്കെയുള്ള മനുഷ്യർ താമസിക്കുന്ന കുടുംബങ്ങൾ, മനുഷ്യർ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. അതുകൊണ്ടാണ് വർഷത്തിൽ, ജീവിതത്തിൽ കൂടെ ദൈവാത്മാവിനാൽ നിറയുവാനായിട്ടുള്ള സാഹചര്യം നമ്മൾ തന്നെ സൃഷ്ടിക്കേണ്ടത്. ദൈവാത്മാവിനാൽ നവീകരിക്കപ്പെടുവാനായിട്ടുള്ള സാഹചര്യം നമ്മിൽ സൃഷ്ടിക്കേണ്ടത്. അതുകൊണ്ട് വചനം പഠിപ്പിക്കുകയാ, ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നമ്മുടെ ശരീരങ്ങളെ പാപത്തിന് അടിമത്വത്തിലേക്ക്, പാപത്തിൻ്റെ അടിമയായി നമ്മൾ സമർപ്പിക്കരുത്. പ്രത്യുത കൃപയിൽ നിറയുവാനായിട്ടുള്ള, ദൈവസ്നേഹത്തിൽ നിറയുവാനായിട്ടുള്ള, ദൈവത്തിൻ്റെ അപരിമിതമായ നന്മ കൊണ്ട് നിറയുവാനായിട്ടുള്ള ആഗ്രഹത്താൽ ജ്വലിക്കുന്ന മനുഷ്യരായി നമുക്ക് തീരാനായിട്ട് സാധിക്കണം. ഒരു കൊച്ചു സംഭവം ഞാൻ ഓർക്കുകയാണ്. യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലുള്ള കപ്പൽ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് ഒരു മനുഷ്യൻ തരപ്പെടുത്തിയെടുത്തു. തനിക്കുള്ള സമ്പത്ത് മുഴുവനും വിറ്റിട്ടാണ് അമേരിക്കയിൽ വാസമുറപ്പിക്കണം എന്ന ചിന്തയോടെ ഈ മനുഷ്യൻ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റും മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. അല്പം ബിസ്ക്കറ്റും ഏതാനും നാളുകൾക്കുള്ള വെള്ളവും മറ്റത്യാവശ്യ സാധനങ്ങളുമൊക്കെ ആയിട്ട് മാത്രമേ ഈ മനുഷ്യന് കപ്പലിലേക്ക് യാത്ര പോകാനായിട്ട് സാധിക്കുന്നുള്ളൂ. മറ്റു കാര്യങ്ങൾക്കൊന്നും ഈ മനുഷ്യനിൽ സമ്പത്തില്ല, അതിനുള്ള ധനം ഈ മനുഷ്യനിലില്ല. അദ്ദേഹം ഇങ്ങനെ എല്ലാ ദിവസവും അതിൻ്റെ ആ കപ്പൽശാലയുടെ ഭക്ഷണ മുറികളിലേക്കൊക്കെ നോക്കിയിട്ട് മറ്റു മനുഷ്യരെല്ലാം കഴിക്കുന്ന വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ നോക്കി വളരെ താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ അതിലൊരു പങ്ക് എനിക്കും ലഭിച്ചിരുന്നുവെങ്കിൽ എന്നുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും. അദ്ദേഹത്തിന് മാനം സമ്മതിക്കുന്നില്ല അവരോട് അല്പം ഭക്ഷണം ചോദിച്ചു വാങ്ങാനായിട്ട്.
കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം തനിക്കുള്ള തൻ്റെ ഭക്ഷണ പൊതി തുറന്ന് അതിൽ നിന്ന് അല്പം ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ കുടിച്ച് ആ മനുഷ്യൻ ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഏതാനും നാളുകളുടെ യാത്ര പിന്നിട്ട ശേഷം ആ മനുഷ്യൻ കപ്പിത്താൻ്റെ അടുക്കൽ ചെന്ന് വളരെ വിനീതനായി, വളരെ ധൈര്യരായി പറയുകയാണ്, എൻ്റെ ഒരു ചെറിയ അപേക്ഷയുണ്ട്. ഈ കപ്പലിലുള്ള എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തു കൊള്ളാം. ഇവിടുത്തെ പാത്രങ്ങൾ ഞാൻ കഴുകാം, ടോയ്ലറ്റ് ഞാൻ ക്ലീനാക്കാം, കപ്പലെന്നും ഞാൻ അടിച്ചു വാരിയിടാം, അതിലെ ഉള്ളും മറ്റ് സ്ഥലങ്ങളൊക്കെ ഞാൻ വളരെ വൃത്തിയായിട്ട് ഞാൻ തുടച്ചുകൊള്ളാം. എനിക്കൊരു സഹായം ചെയ്യണം, എനിക്കൊരു ആനുകൂല്യം ചെയ്തു തരണം. അവിടെ കപ്പലിൽ വിളമ്പുന്ന ഏറ്റവും രുചികരമായ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് എനിക്ക് നൽകണം. കപ്പലിൽ വിളമ്പുന്ന രുചികരമായ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് എനിക്കും ലഭിക്കണം. കപ്പിത്താന് ഈ മനുഷ്യൻ്റെ വളരെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് വളരെ സഹതാപവും ചിരിയും വരികയാണ്. എന്നിട്ട് വളരെ സ്നേഹത്തോടെ ഈ മനുഷ്യനെ നോക്കിയിട്ട് കപ്പിത്താൻ പറയുകയാണ്, സഹോദരാ, താങ്കൾ എടുത്തിരിക്കുന്ന ടിക്കറ്റിൽ താങ്കൾക്ക് മറ്റ് യാത്രക്കാരെ പോലെ ഭക്ഷിക്കുവാനായിട്ടും പാനം ചെയ്യുവാനായിട്ടുള്ള അവകാശം ആ ടിക്കറ്റിൽ തന്നെയുണ്ട്. അതിനുള്ള പൈസ കൂടി താങ്കൾ നേരത്തെ തന്നെ അടച്ചിട്ടാണ് ഈ ടിക്കറ്റ് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം, തിരുസഭയിൽ നമ്മൾ അംഗങ്ങളായിരിക്കുമ്പം, ഈ ഒരു യാത്രക്കാരനെ പോലെ ദൈവദത്തമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബോധ്യമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ഇതെല്ലാം ദൈവത്തിൻ്റെ ഉത്ഥാനം വഴി ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട് എന്നുള്ള ബോധ്യമില്ലാതെ ജീവിക്കുന്നവരാണ് നമ്മൾ. ആ ബോധ്യമില്ലാതെ പലപ്പോഴും ഇങ്ങനെ ആ യാത്രക്കാരനെ പോലെ അലയുന്ന ഒരവസ്ഥ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ്. ഇവിടെയാണ് ഈശോ മിശിഹായുടെ വാഗ്ദാനത്തിൽ നിറയുവാനായി, ഈശോ മിശിഹായുടെ വാഗ്ദാനത്തിൽ നവീകരിക്കപ്പെടുന്നവരായി, പരിശുദ്ധാത്മാവിൽ നിറയുന്ന വ്യക്തികളാകുവാൻ നമുക്ക് സാധിക്കേണ്ടത്. വചനം പഠിപ്പിക്കുന്നില്ലേ, ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, നേരെ മറിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന, സ്നേഹത്തിലേക്ക് നയിക്കുന്ന, വിടുതലിലേക്ക് നയിക്കുന്ന പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. റോമ 8:15 വചനം വ്യക്തതയോടെ പഠിപ്പിക്കുകയാണ്. ദൈവദത്തമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ, ആ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ നമുക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടുള്ള സാധ്യത ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ സാന്നിധ്യത്തിൽ വളരുവാനായിട്ടുള്ള ആഗ്രഹമാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ടത്. ആ സാന്നിധ്യത്തിൽ ജീവിക്കുവാനായിട്ടുള്ള ആഗ്രഹമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. ജീവിതത്തിൻ്റെ വിപരീത സാഹചര്യങ്ങളെ പൊരുത്തപ്പെടണമെങ്കിൽ, ജീവിത പങ്കാളിയിൽ നിന്നും, മക്കളിൽ നിന്നും, മാതാപിതാക്കന്മാരിൽ നിന്നും മാനസികവും ശാരീരികവുമായിട്ടുള്ള മുറിവുകൾ നമുക്കുണ്ടാകുമ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവിടെ ഈ ആത്മാവിൽ നിറയുന്ന മനുഷ്യരാണെങ്കിൽ സ്നേഹത്തോടെ അവരോട് ഇടപെടാൻ നമുക്ക് സാധിക്കും, സ്നേഹത്തോടെ അവരെ തിരുത്തുവാൻ നമുക്ക് സാധിക്കും, സ്നേഹത്തോടെ അവരെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആത്മാവ് ബലപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. വചനം വീണ്ടും പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കേണ്ട ഞങ്ങൾക്ക് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ക്ഷമിക്കുവാൻ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അന്നേരം ആത്മാവിൽ നിറയുന്ന വ്യക്തി സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് തീരും, ആത്മാവിൽ നിറയുന്ന വ്യക്തി ക്ഷമിക്കുന്ന വ്യക്തിയായിട്ട് തീരും, ആത്മാവിൽ നിറയുന്ന വ്യക്തി ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് തീരും. ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരെ മാനിക്കുന്ന വ്യക്തിയായിട്ട് തീരും.
പരിശുദ്ധാത്മാവിൻ്റെ അസാന്നിധ്യം ജീവിതത്തെ കടുപ്പമുള്ളതാക്കി തീർക്കും. ബലഹീനതകൾ നമ്മളെ കീഴ്പ്പെടുത്തുന്ന സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും. ജഡമോഹങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുന്ന സാഹചര്യം നമുക്കുണ്ടാകും. അതിനുള്ള സാധ്യത എല്ലാ മനുഷ്യരിലുമുണ്ട്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാ. ദൈവം സ്നേഹപൂർവ്വം കായേനെ വിളിച്ചു പറയുകയാ, കായേൻ കായേൻ, പാപം നിന്നിൽ താല്പര്യം വെച്ചിരിക്കുകയാ, അത് നിന്റെ പടിവാതിൽക്കൽ പതിയിരിപ്പുണ്ട്, നീ ഒരൽപ്പം അജാഗ്രത കാണിച്ചാൽ നിന്നെ അത് കീഴ്പ്പെടുത്തും. ജഡമോഹങ്ങൾ എല്ലാ മനുഷ്യരിലും പതിയിരിപ്പുണ്ട്. ജഡത്തിൻ്റെ താല്പര്യങ്ങൾ എല്ലാ മനുഷ്യരിലും അന്തർലീനമായിട്ടുണ്ട്. നമ്മളൽപ്പം അജാഗ്രത കാണിച്ചാൽ, നമ്മളൽപ്പം അശ്രദ്ധ കാണിച്ചാൽ അത് നമ്മളെ കീഴ്പ്പെടുത്തും. ഇവിടെ ആത്മാവിൽ നിറയുന്ന വ്യക്തികളാണെങ്കിൽ ജഡമോഹങ്ങളെ കീഴ്പ്പെടുത്തുവാനായിട്ടുള്ള ധൈര്യമുള്ളവരും ആത്മബലമുള്ളവരായിട്ട് രൂപപ്പെടാനായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇത്തരത്തിലുള്ള ദൈവാത്മാവിൻ്റെ വരത്തിന് വേണ്ടിയിട്ടാണ്, അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ആത്മാവിൽ നിരന്തരം നവീകരിക്കപ്പെടാനായിട്ട്, വാടിപ്പോയതിനെ വീണ്ടും ജീവിപ്പിക്കാനായിട്ട്, ബലം കുറഞ്ഞതിനെ വീണ്ടും ബലപ്പെടുത്താനായിട്ട്, നന്മയുടെ അസാന്നിധ്യമുള്ളിടത്ത് നന്മയുടെ സാന്നിധ്യമാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അനുഗ്രഹ സമ്പന്നനും സ്നേഹവാരിധിയുമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് കടന്നു വരയണമേ. ഞങ്ങളുടെ മനസ്സിനെ നവീകരിക്കണമേ, ഞങ്ങളുടെ ബുദ്ധിയെ നവീകരിക്കണമേ, ഞങ്ങളുടെ ജീവിത ക്രമങ്ങളെ നവീകരിക്കണമേ. ആത്മാവിൽ നവീകരിക്കപ്പെട്ട് ജഡമോഹങ്ങൾക്ക് കീഴ്പ്പെടാതെ ആത്മാവിൽ വളരുന്ന, ആത്മാവിൽ ഫലം ചൂടുന്ന മനുഷ്യരാകുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിക്ക് അവിടുന്ന് പ്രകാശം നൽകിയാലും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ